പ്ലീഡർ നിയമന വിവാദത്തിൽ പോര് കനക്കുന്നതിനിടെ KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യറിനെ അവഗണിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തേവര SH കോളേജിൽ നടന്ന ഹെൽത്ത് സമ്മിറ്റിനിടെയാണ് മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മടങ്ങിയത്. മുഖ്യമന്ത്രിയെ കാത്തുനിന്ന അലോഷ്യസ് CMA എന്ന് വിളിച്ച് അടുത്തേക്ക് ചെന്നെങ്കിലും കണ്ടില്ലെന്ന് നടിച്ച് വി ഡി സതീശൻ പോവുകയായിരുന്നു. പിന്നാലെ പൊട്ടിത്തെറിച്ചായിരുന്നു അലോഷ്യസ് സേവ്യറിന്റെ പ്രതികരണം. KSUക്കാരുടെ ചോരയും നീരുമാണ് ഈ സർക്കാർ. പ്ലീഡർ നിയമനത്തിലെ പിശക് ചൂണ്ടിക്കാട്ടിയത് തെറ്റാണെങ്കിൽ ആ തെറ്റിനിയും ആവർത്തിക്കുമെന്നും അലോഷ്യസ് സേവ്യർ പറഞ്ഞു. സർക്കാർ പ്ലീഡർ നിയമനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെ തുറന്ന പോരിനിറങ്ങുകയാണ് KSU. വിമർശിച്ചതിന്റെ പേരിൽ KSU പ്രസിഡന്റിനെ അവഗണിക്കുന്ന രീതി കോൺഗ്രസുകാരനായ മുഖ്യമന്ത്രിക്ക് ചേർന്നതാണോ? കാണാം ആദ്യ എക്സ്ട്രാ. തേവര SH കോളേജിൽ നടന്ന ഹെൽത്ത് സമ്മിറ്റിനിടെയാണ് മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മടങ്ങിയത്. മുഖ്യമന്ത്രി അലോഷ്യസ് സേവ്യർ കാത്തുനിന്നെങ്കിലും മൈൻഡാക്കാതെ മുഖ്യമന്ത്രി വി ഡി സതീശൻ കടന്നുപോയി. ഗവൺമെന്റ് പ്ലീഡർ നിയമന വിവാദത്തിലാണ് മുഖ്യമന്ത്രിയും KSU നേതൃത്വവുമായുള്ള ഭിന്നത പരസ്യമായത്. പിന്നാലെ വി ഡി സതീശനെതിരെ പൊട്ടിത്തെറിച്ച് അലോഷ്യസ് സേവ്യർ രംഗത്തെത്തി. തെറ്റ് ചൂണ്ടിക്കാട്ടിയത് മാത്രമാണ് താൻ ചെയ്ത തെറ്റെന്നും അത് തുടരുമെന്നും അലോഷ്യസ് വ്യക്തമാക്കി. മുൻപ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയിട്ടും അത് നിഷേധിക്കപ്പെട്ട സാഹചര്യത്തിൽ ഒരു പൊതുവേദിയിൽ പോലും അവഗണിക്കപ്പെട്ടത് KSU സംസ്ഥാന നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. KSUവിനെതിരെ വി ഡി സതീശൻ നടത്തിയ പരിഹാസ പരാമർശവും വലിയ അതൃപ്തിയാണ് ഉണ്ടാക്കിയത്. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങളിൽ പ്രതിരോധം ശക്തമാക്കുകയാണ് വി ഡി സതീശൻ പക്ഷം. അനൂപ് VR-നെയും ജിൻഡോ ജോണിനെയും പാർട്ടി മീഡിയ പാനലിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് രാജു P. നായർ പരാതി നൽകി. മുഖ്യമന്ത്രിയെ വിമർശിച്ചവർ വക്താക്കളായി തുടരുന്നത് പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്നാണ് രാജു P. നായരുടെ വിമർശനം. RDX റാപ്പ് ന്യൂസ് മലയാളം. കൊച്ചിയിലെ ചടങ്ങിൽ മുന്നിൽ വന്ന് നിന്നിട്ടും അലോഷ്യസ് സേവ്യറിന് മുഖം കൊടുക്കാതെ മുഖ്യമന്ത്രി കടന്നുപോയതിന്റെ ദൃശ്യം നമുക്കൊന്നുകൂടി കണ്ടുവരാം. കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ തേവര കോളേജിന്റെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ ഒരു സർവേയാണ് ഇത്തരത്തിലുള്ള ഒരു നിയമത്തിന്. ഇതിനു പിന്നാലെ പ്ലീഡർ നിയമനത്തിലെ പിശക് ചൂണ്ടിക്കാട്ടിയത് തെറ്റാണെങ്കിൽ ആ തെറ്റിനിയും ആവർത്തിക്കുമെന്ന് അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളിലൂടെ തുറന്നടിച്ചു. വിഷമമുണ്ടെന്നും താനും മജ്ജയും മാംസവുമുള്ള മനുഷ്യനല്ലേ എന്നും അലോഷ്യസ് സേവ്യർ ചോദിച്ചു. സ്വാഭാവികമായിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ചിരിക്കുക എന്നത് ഞാൻ പഠിച്ച രാഷ്ട്രീയമാണ്. ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള KSU പ്രവർത്തകരുടെ ചോരയും നീരും വിയർപ്പും ആണ് ഈ UDF സർക്കാർ എന്നതിൽ യാതൊരു തർക്കവുമില്ല. എന്നാൽ ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ വീഴ്ചയുണ്ടായി, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം വലിയ രീതിയിലേക്ക് കായികമായി അക്രമം ചെയ്ത ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള ആൾ ആ ഗവൺമെൻറ് പ്ലീഡർ നിയമനത്തിൽ വന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ സർക്കാർ അത് തിരുത്താൻ തയ്യാറാകണമെന്ന് ആ സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് KSU ചെയ്തത്. KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ എൻ്റെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ വികാരത്തെ ഉൾക്കൊള്ളുക എന്നതാണ് ഞാൻ പഠിച്ച രാഷ്ട്രീയം. അത് ഈ സർക്കാരിൻ്റെ മുൻപിൽ ചൂണ്ടിക്കാണിച്ചു എന്നത് മാത്രമാണ് KSU സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ ഞാൻ ചെയ്തതൊരു തെറ്റ്. അത് തെറ്റാണെന്ന് ഈ സർക്കാരിന് തോന്നുന്നുണ്ടെങ്കിൽ ആ തെറ്റുകൾ ഇനിയും ആവർത്തിക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. പ്ലീഡർ നിയമനത്തിൽ സർക്കാരാണ് തീരുമാനമെടുക്കുന്നത് എന്നത് ശരിയാണെങ്കിലും അതിൽ ആരും അഭിപ്രായം പറയേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയോട് പൂർണ്ണ വിയോജിപ്പാണെന്ന് കോൺഗ്രസ് വക്താവ് ജിൻഡോ ജോൺ വ്യക്തമാക്കി. ഒന്നും ആഗ്രഹിക്കാത്ത, ഒന്നും ചോദിക്കാത്ത, ഒരു ശുപാർശയ്ക്കും കാത്തു നിൽക്കാത്ത, അവരെയൊക്കെ വിളിച്ചാൽ പോലും ഫോൺ എടുക്കാൻ പറ്റാത്ത കാലഘട്ടത്തിൽ നേതാക്കന്മാർ ഒരുപാട് ദൂരത്തിലേക്ക് മാറിപ്പോകുന്ന കാലത്തിൽ ഓർമ്മപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ചുമതലയാണ്. ഞങ്ങളുടെ ചുമതല എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗമായിട്ട് എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും പിന്തുണയ്ക്കുക എന്നുള്ളതല്ല. ഞങ്ങളുടെ ചുമതല പാർട്ടിക്ക് വേണ്ടിയിട്ട്, പാർട്ടിക്ക് ഒരു തരത്തിലും ദോഷമുണ്ടാക്കാത്ത രീതിയിൽ പാർട്ടിയുടെ നിലപാടുകൾ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കേൾക്കുക എന്നതാണ് കോൺഗ്രസിന്റെ രീതിയെന്നും KSU പ്രസിഡന്റിന് അഭിപ്രായം പറയാൻ സർക്കാർ സമയം നൽകുമെന്നാണ് പ്രതീക്ഷയെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും കേരള വിദ്യാർത്ഥി യൂണിയനിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കേരള വിദ്യാർത്ഥി യൂണിയനെതിരായിട്ട് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. പിന്നെ അദ്ദേഹം KSU പ്രസിഡന്റിനെ കാണാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് മാത്രമേ അറിയുള്ളൂ. അതിനെന്തെങ്കിലും ചിലപ്പോൾ അസൗകര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. വരും ദിവസങ്ങളിൽ അദ്ദേഹം കാണുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെപ്പോലുള്ളവരൊക്കെ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. അതേസമയം വിഷയത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറി. ഇപ്പോൾ പ്രതികരിക്കാനില്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ നിലപാട്.
സനീഷ്, ഇതിപ്പോൾ നമ്മൾ വിചാരിച്ചതിനപ്പുറത്തേക്ക് വളർന്നു എന്നുള്ളതാണ്. ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വി.ഡി. സതീശൻ അലോഷ്യസ് സേവ്യറിനെ അങ്ങനെ അങ്ങ് അവഗണിക്കുക കൂടി ചെയ്തതോടെ അലോഷ്യസ് അത് കൂടുതൽ രൂക്ഷമായ ഭാഷയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചു. അലോഷ്യസിന് പിന്തുണയുമായി പ്രധാനപ്പെട്ട നേതാക്കന്മാർ തന്നെ എത്തുന്ന സ്ഥിതിയും ഉണ്ടായി. അതാണ്. പക്ഷേ ഇതിപ്പം എല്ലാ ദിവസവും മുഖ്യമന്ത്രിയെ വിമർശിക്കേണ്ടി വരുന്നു എന്നത്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വരുന്നല്ലോ എന്നൊരു ആലോചന എനിക്കുണ്ടാവുകയും അതിലെനിക്ക് വിഷമം തോന്നുകയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ സമീപകാലത്ത് കേരള രാഷ്ട്രീയം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചില മൂവ്മെൻറ്റുകൾ നടത്തിയ ആളാണ് വി.ഡി. സതീശൻ എന്ന് വിചാരിക്കുന്നയാളാണ് ഞാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടത്, നമ്മൾ സമീപകാലത്തൊന്നും കേരള രാഷ്ട്രീയത്തിൽ കണ്ടിട്ടില്ലാത്ത വിധം അങ്ങേയറ്റം മോശമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു MLA ഏർപ്പെട്ടപ്പോൾ അയാൾക്കെതിരായിട്ടുള്ള സ്റ്റാൻഡ് വളരെ കൃത്യമായിട്ട് എടുത്തിട്ട് അതിൽ സമ്പൂർണ്ണമായിട്ട് ഉറച്ചു നിന്നിട്ട് പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്നും അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ വന്നപ്പോലും ഒരക്ഷരം പിന്നോട്ട് പോകാതെ അതിശക്തമായിട്ട് ഉറച്ചു നിന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ വിജയത്തെ പക്ഷേ ഒരു തരത്തിലും ബാധിക്കാത്ത വിധം അദ്ദേഹം 102 സീറ്റ് വാങ്ങിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നണിയെ വിജയിപ്പിച്ച ഒരു രാഷ്ട്രീയ നേതാവ് എന്നൊരു പ്രത്യേകത വി.ഡി. സതീശനുണ്ട്. അതുകൊണ്ട് വി.ഡി. സതീശനെ വല്ലാത്ത തോതിൽ വിമർശിക്കേണ്ടി വരുമ്പോൾ അത് എല്ലായ്പ്പോഴും എല്ലാ ദിവസവും നമ്മൾ ഈ അഭിപ്രായം പറയുന്ന പരിപാടിയിൽ വന്നിട്ട് ഇദ്ദേഹത്തെ ഇങ്ങനെ വിമർശിക്കേണ്ടി വരുന്നു എന്നുള്ളതിൽ എനിക്കൊരു ചെറിയ അസ്വസ്ഥതയും അഭംഗിയുണ്ട്. പക്ഷേ അദ്ദേഹം മറിച്ചൊരവസരം നൽകുന്നില്ല എന്നുള്ളതാണ് കാര്യം. ഇതിപ്പോൾ ഇവിടം കൊണ്ട് തീരില്ല. അടുത്ത വിഷയത്തിൽ നമ്മൾ അദ്ദേഹത്തെ എതിർത്ത് സംസാരിക്കേണ്ടതായിട്ട് വരും. അദ്ദേഹം ആ അവസരം നൽകുന്നില്ല. ഇന്നിപ്പോൾ നോക്കൂ, അധികാര പദവിയിൽ, അതായത് കേരളത്തിലെ രാഷ്ട്രീയ അധികാര പദവിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള മുഖ്യമന്ത്രി സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ ഒരു സാധാരണ വിദ്യാർത്ഥി നേതാവിനെ അവഗണിച്ചിങ്ങനെ പോകുന്നു എന്നത് ഏത് രാഷ്ട്രീയം മനസ്സിലുള്ള ആളുകൾക്കും വിഷമമുണ്ടാക്കുന്ന കാര്യമാണല്ലേ. അദ്ദേഹം കണ്ടില്ല, ഇദ്ദേഹത്തെ കാണാത്തത് കൊണ്ടാണെന്ന് വിചാരിച്ച് സമാധാനിക്കാൻ ഒരു സാധാരണ മനുഷ്യന് കഴിയുകയുമില്ല. കാരണം അലോഷ്യസ് സേവ്യർ എന്ന് പറയുന്ന KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹം സ്റ്റേജിൽ സംസാരിക്കുമ്പോൾ മുന്നിലിരിക്കുന്നുണ്ട് അലോഷ്യസ് സേവ്യർ. ഈ പരിപാടി ഒരു വലിയ പൊതുപരിപാടി അല്ലാത്തതുകൊണ്ട്, ആ കോളേജിലൊരു എല്ലാവർക്കും അറിയാവുന്നൊരു പരിപാടി ആയതുകൊണ്ട് നിശ്ചയമായിട്ടും അവിടുത്തെ നോട്ടീസിൽ, വി.ഡി. സതീശൻ കണ്ട നോട്ടീസിൽ അലോഷ്യസ് സേവ്യറിൻ്റെ പേരും ഉണ്ടാകും. അലോഷ്യസ് സേവ്യർ 2 ദിവസമായിട്ട് ഇങ്ങനൊരു വാർത്തയിൽ നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാം. സ്വാഭാവികമായിട്ടും കണ്ട് ചിരിച്ച്, വർത്തമാനമൊന്നും പറയണതില്ല, ഒന്ന് കണ്ട് ചിരിച്ച് മുഖം കൊടുത്ത് പോവുക എന്നത് സാമാന്യ മര്യാദയാണ്. ഞാൻ പറയുന്നത് സാമാന്യ മര്യാദയാണ്. CMA എന്ന് വിളിച്ച് അടുത്തേക്ക് വരുന്നൊരു യുവ രാഷ്ട്രീയ പ്രവർത്തകനെ, വിദ്യാർത്ഥി രാഷ്ട്രീയക്കാരനെ ഒന്ന് ചുമലിൽ തട്ടിയിട്ട് അങ്ങോട്ട് പോകുന്നതിൽ ഒരു തെറ്റുമില്ലാത്തതാണ്. വി.ഡി. സതീശൻ ചെയ്തില്ല. അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? അദ്ദേഹത്തിൻ്റെ നേതാവ് ഇന്ദിരാഗാന്ധിയുമായി ബന്ധപ്പെട്ട് ഒരു ചിത്രം രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഹർഷൻ ഓർമ്മയുണ്ടാവും ഈ പറയുമ്പോൾ തന്നെ. സീതാറാം യെച്ചൂരി, പിന്നീട് CPMൻ്റെ ജനറൽ സെക്രട്ടറിയായി മാറിയ അന്തരിച്ച സീതാറാം യെച്ചൂരി JNUവിലെ വിദ്യാർത്ഥി നേതാവായിരിക്കെ അദ്ദേഹം അടിയന്തരാവസ്ഥക്കാലത്തിന് ശേഷമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ദിരാഗാന്ധിയുടെ വസതിക്ക് മുന്നിൽ വെച്ചിട്ട് ഇന്ദിരാഗാന്ധിക്കെതിരായിട്ടുള്ള ഒരു പ്രമേയം വായിക്കുകയാണ്. പ്രമേയമോ എന്തോ ഒന്ന് വായിക്കുകയാണ്. നിറയെ കുട്ടികളുണ്ട്, പോലീസിൻ്റെ സുരക്ഷയുണ്ട്. ഇന്ദിരാഗാന്ധി കൈകെട്ടി നിന്നിട്ട് ഇത് കേൾക്കുകയാണ്. ഈ ചിത്രം നമ്മുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ പല സംഭവങ്ങൾ കൊണ്ട് സുപ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം അതിനകത്ത് 2 പ്രധാനപ്പെട്ട, പിൽക്കാലത്ത് CPMൻ്റെ ജനറൽ സെക്രട്ടറിയും നമ്മുടെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട പ്രാസംഗികനുമൊക്കെയായി മാറിയ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് സീതാറാം യെച്ചൂരി ചെറുപ്പക്കാരനായിരിക്കുന്നൊരു ഫോട്ടോ ആണ്. നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള പ്രധാനമന്ത്രി ആയിട്ടുള്ള ഒരു ഇന്ദിരാഗാന്ധി അതിനകത്തുണ്ട്. ഇതിനകത്ത് വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകർ എന്നതിന് നമ്മുടെ പൊതു രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ ഭരണതലപ്പത്തെ ആളുകളും എത്രമാത്രം വലിയ പ്രാധാന്യം നൽകുന്നുണ്ട് എന്ന ഒരു രാഷ്ട്രീയ സംഗതിയെ, നമ്മുടെ ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും സുപ്രധാനമായൊരു മനോഭാവത്തെ നിശ്ചല ദൃശ്യമാക്കി വെച്ചിരിക്കുന്നു എന്ന പ്രാധാന്യം കൂടെ ആ ചിത്രത്തിനുണ്ട് ഇപ്പോൾ നോക്കുമ്പോൾ. കാരണം സർവപ്രതാപിയായിരുന്ന, ഉരുക്കു വനിത എന്നറിയപ്പെട്ടിരുന്ന, ലോകാരാധ്യയായിരുന്ന, ലോകത്തിലെ സകലമാന രാജ്യങ്ങളിലും ആരാധകരുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഈ വി.ഡി. സതീശൻ്റെ തന്നെയും പ്രധാനപ്പെട്ട നേതാവ്, പ്രധാനമന്ത്രി, ഒരു രാഷ്ട്രീയ പ്രവർത്തനം, അതും അവരുടെ പാർട്ടിയിൽപ്പെട്ട ആളല്ല, അവരെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി പ്രവർത്തകൻ്റെ മുന്നിൽ കൈകെട്ടി എന്നിട്ട് അയാൾ വായിക്കുന്ന പ്രമേയം കേൾക്കണം. അയാൾ വായിക്കുന്ന പ്രമേയം, ആ വിദ്യാർത്ഥി നേതാവ് വായിക്കുന്ന പ്രമേയം ഇവർക്കെതിരായിട്ടുള്ള പ്രമേയമാണ്. അത് കൈകെട്ടിയെന്ന് കേൾക്കുന്ന ദൃശ്യം രാഷ്ട്രീയ ഇന്ത്യയുടെ ചരിത്രത്തിലെ സുപ്രധാനമായൊരു ഫോട്ടോ ആയിട്ട് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കെ, നമ്മുടെ മുഖ്യമന്ത്രി 102 സീറ്റും കൊടുത്തിട്ട് ഈ കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുത്ത നമ്മുടെ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ചെറുപ്പക്കാരനായിട്ടുള്ളൊരു നേതാവ്, ഞാൻ മജ്ജയും മാംസവുമുള്ള മനുഷ്യനല്ലേ എന്നാണ് അലോഷ്യസ് സേവ്യർ ചോദിച്ചത്. അലോഷ്യസ് സേവ്യർ ആരാ ഹർഷ? അതായത് അലോഷ്യസ് സേവ്യർ ഇതിനു മുമ്പും KSUവിന് സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടായിട്ടുണ്ട്. ഈ വി.ഡി. സതീശൻ അടക്കമുള്ള ആളുകൾ KSU നേതാക്കന്മാരായിരുന്ന കാലം ഉണ്ടായിട്ടുണ്ട്. ആ കാലത്തൊന്നും ആയ ആളല്ല അലോഷ്യസ് സേവ്യർ. അലോഷ്യസ് സേവ്യർ കോൺഗ്രസിൻ്റെ സർവപ്രതാപ കാലം കടന്നു വന്ന ഒരു കാലത്ത് KSU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയുടെ നേതാവായിരുന്ന ആളാണ് അല്ലേ. ദേശീയ രാഷ്ട്രീയത്തിൽ 10-70 കൊല്ലക്കാലം രാജ്യം മുഴുവൻ ഭരിച്ചുകൊണ്ടിരുന്ന അതിപ്രതാപ ശക്തിയായിട്ട് കോൺഗ്രസ് ഉണ്ടായിരുന്ന കാലത്താണ് ഈ പറയുന്ന ആളുകളെല്ലാം
KSU കാലം കടന്നത്. ഇപ്പോൾ നമ്മൾ കാണുന്ന മുതിർന്ന നേതാക്കളെല്ലാം KSU കാലം കടന്നത് അധികാരത്തിൻ്റെ ശീതള ഛായ ഇങ്ങനെ വിരിച്ചു നിൽക്കുമ്പോഴാണ്. അലോഷ്യസ് സേവ്യർ അങ്ങനെയല്ല. ദേശീയ തലത്തിൽ പാർട്ടി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായിരിക്കുമ്പോഴാണ് കേരളത്തിൽ അദ്ദേഹം KSUവിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നത്. കേരളത്തിൽ അദ്ദേഹം സംസ്ഥാന അധ്യക്ഷനായിരുന്നത് കേരളത്തിൽ 10 വർഷമായിട്ട് അധികാരമേ ഇല്ലാത്ത കോൺഗ്രസ് അധികാര പാർട്ടിയാണ്. അധികാരമുണ്ടപ്പോൾ ശക്തിപ്പെടുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. അങ്ങനെ അധികാരമേ ഇല്ലാത്ത 10 വർഷക്കാലം SFIക്കാർ അധികാരം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ സ്റ്റേജ് പരിപാടികളൊക്കെ നടത്തും. ഒരുപാട് പരിപാടികൾ, ഒരുപാട് സമരരീതികൾ, ഒരുപാട് സെമിനാറുകൾ. KSUവിന് അങ്ങനെയൊന്നുമില്ല. നാളെ അധികാരത്തിലേക്ക് വരുമോ എന്നറിയില്ല. 2-2.5 മാസം മുമ്പ് വരെ 3ാം സർക്കാർ പിണറായിയുടെ വന്നേക്കാമോ എന്ന ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ വിജയിക്കുമെന്നും അധികാരം കിട്ടുമെന്നൊന്നും ഉറപ്പില്ലാത്ത ഒരു കോൺഗ്രസ് പാർട്ടിയുടെ ആ പാർട്ടിയുടെ 100ഓളം ആണ്ട് നീണ്ടു നിൽക്കുന്ന ചരിത്രത്തിലെ ഏറ്റവും ദുർബലമായൊരു കാലത്ത് ഈ വിദ്യാർത്ഥി സംഘടനയുടെ അധ്യക്ഷനായിരുന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെ ചോരയും വിയർപ്പും ചേർന്നിട്ടാണ് VD സതീശൻ ആ പ്രമാണിത്തമുള്ള പദവിയിലിരിക്കുന്നത്. അദ്ദേഹം അത് കാണണ്ടേ? ഇയാളെ താഴെ കണ്ടാൽ ശരിയാണ് എന്നോട് ഇനി അദ്ദേഹത്തെ എതിർത്ത് അദ്ദേഹത്തെ VD സതീശന് അലോഷ്യസ് സേവ്യറിനെ കണ്ട് മുഖം കൊടുക്കാതെ പോകാൻ പാകത്തിന് എന്തെങ്കിലും ഈ രാഷ്ട്രീയ കാലത്ത് സംഭവിച്ചോ ഹർഷ? മുഖ്യമന്ത്രി എന്ന് പറയുന്ന അധികാര പദവിയിരിക്കുന്ന VD സതീശനെ ഇത്രയ്ക്ക് രോഷം കൊള്ളിക്കാൻ മാത്രം എന്താ പറഞ്ഞ അലോഷ്യസ് സേവ്യർ? എന്തെങ്കിലും പറഞ്ഞോ? ഒന്നും പറഞ്ഞിട്ടില്ല. സർക്കാർ പ്ലീഡർ സംവിധാനവുമായി ബന്ധപ്പെട്ട് മറ്റു പലർക്കുള്ള അഭിപ്രായ വ്യത്യാസം അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിന് പറയാതിരുന്നാലാണ് അദ്ദേഹം മോശക്കാരനാവുക. കാരണം ഇന്നലെ വരെ ഈ പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കെതിരായിട്ട് നിന്ന ആളുകളാണ് അവിടേക്ക് പോയിരിക്കുന്നതെന്ന മനോവിഷമ സംഘടനയിലെ ആളുകൾക്കുണ്ട്. അത് പ്രകടിപ്പിക്കാനാണ് അദ്ദേഹത്തിന് അധ്യക്ഷ പദവി. അദ്ദേഹത്തിൻ്റെ അധ്യക്ഷ പദവി ആ സംഘടനയുടെ തോന്നലുകളെ പുറത്തേക്ക് പറയുക എന്നുള്ളതാണ്. അതൊരു നിസ്സാരമായ വിമർശനമല്ലേ? സ്വന്തം പാളയത്തിൽ നിന്ന് വരുന്നൊരു വിമർശനമല്ലേ? ഈ VD സതീശൻ വാർത്താ സമ്മേളനത്തിൽ എന്താ പറഞ്ഞ മാധ്യമങ്ങളോടടക്കം നിങ്ങൾ എന്നെ വിമർശിക്കണം എന്നല്ലേ പറഞ്ഞത്? നിങ്ങൾ എന്നെ വിമർശിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളപ്പോൾ നെഹ്റുവിനെ പോലെയാണ് VD സതീശൻ എന്ന് വിചാരിച്ചു. ശങ്കറിനോട് എന്നെ സ്പെയർ ചെയ്യരുത് കേട്ടോ, എന്നെ കൂടെ വെച്ച് കാർട്ടൂൺ വരക്കണം എന്ന് പറഞ്ഞാൽ ജവഹർലാൽ നെഹ്റുവിനെ പോലെയാണല്ലോ നമ്മുടെ VD സതീശൻ, നമ്മുടെ മുഖ്യമന്ത്രി എന്ന് നമ്മൾ ഉൾക്കൊള്ളിൽ കൊണ്ടു. പക്ഷേ എന്താ ഉണ്ടായിരിക്കുന്നത്? അദ്ദേഹത്തെ വിമർശിച്ച ആവർത്തിച്ച് പറയുന്നുണ്ട് അദ്ദേഹം നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് നെഹ്റുവിയൻ സോഷ്യലിസ്റ്റാണെന്ന് ആവർത്തിച്ച് പറയുകയും കൂടെ ചെയ്യുന്നുണ്ട്. നമ്മൾ കുളിര് കൊണ്ടു. പക്ഷേ എന്താ ഉണ്ടായത്? അദ്ദേഹത്തിൻ്റെ സംഘടനയുടെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പേറുന്ന ഈ ചെറുപ്പക്കാരനായുള്ള യുവ നേതാവിനെ മജ്ജയും മാംസമുള്ള മനുഷ്യനല്ലേ ഞാൻ, എനിക്ക് വേദന ഉണ്ടാകില്ലേ എന്ന് പറയുന്ന തരത്തിലേക്ക് അദ്ദേഹത്തെ അപമാനിച്ചില്ലേ? നാളെ വന്നിട്ട് VD സതീശൻ അയ്യോ ഞാനെന്ത് ചെയ്തു, ഞാൻ കണ്ടില്ല എന്ന് പറയും. അതിസമർത്ഥമായിട്ട് മാധ്യമങ്ങളോട് മറ്റു പല വിഷയങ്ങളും പറഞ്ഞ് അദ്ദേഹം അതിലേക്ക് പോകും. പക്ഷേ ഈ ഉണ്ടായിരിക്കുന്ന ദൃശ്യം ചരിത്രത്തിൽ നിലനിൽക്കില്ലേ? അലോഷ്യസ് സേവ്യറും നാളെ ഈ VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പിന്നെ ഒരു 10 കൊല്ലം മുമ്പ് ആരെങ്കിലും വിചാരിച്ചിരുന്നു? ഇല്ലല്ലോ. അലോഷ്യസ് സേവ്യറും നമ്മളിപ്പോൾ കാണാത്ത തരത്തിലേക്ക് തലങ്ങളിലേക്ക് എത്തില്ലേ? അദ്ദേഹം ഒരു യുവ രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? നന്നായിട്ട് ഈ പറയുന്ന മജ്ജയും മാംസവുമുള്ള മനുഷ്യനായിട്ട് പോലും അദ്ദേഹം അവിടെ നിന്നിട്ട് വളരെ കാര്യമായിട്ട് സംസാരിച്ചില്ലേ? അദ്ദേഹത്തിന് നേതൃശേഷി കാണിച്ചു. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, ഞാൻ നിർത്താം, അതിനുമുമ്പ് എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ളത്, അലോഷ്യസ് സേവ്യർ നിങ്ങൾ ഈ സംഘടനയുടെ ഏറ്റവും മോശം കാലത്ത് സംസ്ഥാന അധ്യക്ഷനായിരുന്ന ആളാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ രാഷ്ട്രീയ എതിരാളികളിൽ നിന്ന് ആവോളം ഇൻസൾട്ടും പരിഹാസവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ സംഘടന ദുർബലമായിരുന്നു, നിങ്ങൾക്ക് സമരം നടത്താൻ പറ്റിയിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവരും പരിഹസിച്ചിട്ടുണ്ട്, ഇവരും പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ താങ്കളുടെ കൂടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ സർക്കാർ അവിടെ എത്തിയത്. നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ നേതൃസ്ഥാനത്ത് നിന്ന് നിങ്ങളുടെ ഏറ്റവും ഗംഭീരമായിട്ടുള്ള പദവിയിൽ നിന്ന് തന്നെ നിങ്ങളെ അവഗണിക്കുന്ന നിലയുണ്ടാകുന്നു. പക്ഷേ നിങ്ങൾ ക്ഷീണിച്ചു പോകരുത്. നിങ്ങൾ രാഷ്ട്രീയത്തിൽ ഇതൊരു ചാൻസ് ആയിട്ട് കാണണം. നിങ്ങൾ എന്ന് വെച്ചാൽ ഇതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിട്ട് കാണണം. ഇതിനപ്പുറത്തേക്കൊന്നും എന്തായാലും ഈ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത് അലോഷ്യസ് സേവ്യറിന് എന്തെങ്കിലും സംഭവിക്കാനില്ല. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, ഇപ്പോൾ നമ്മളിതെല്ലാം പറഞ്ഞതുകൊണ്ട് VD സതീശന് നാട്ടുകാരെല്ലാം കൂടെ വിമർശിക്കുന്നല്ലോ എന്ന് കണ്ടിട്ട് VD സതീശന് വീണ്ടും അലോഷ്യസ് സേവ്യറിനോട് ദേഷ്യം വരികയല്ല ചെയ്യുക. അദ്ദേഹം നാളെ വിളിച്ചിട്ട് അയ്യോ അതെനിക്ക് പറ്റിപ്പോയതാണ് കേട്ടോ, ഞാൻ കണ്ടില്ല, വേറെ തിരക്കിലായിപ്പോയി, ഞാൻ പെട്ടെന്ന് ആളോട് സംസാരിച്ചങ്ങ് പോവുകയായിരുന്നു, പെട്ടെന്ന് മറ്റു പരിപാടികളെക്കുറിച്ചുള്ള ആലോചനയായിരുന്നു എൻ്റെ മനസ്സിലെന്ന് അദ്ദേഹത്തോട് വാക്കെങ്കിലും പറയുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമ്മുടെ പ്രതീക്ഷകൾ സഫലമാകാറില്ല. ഉദാഹരണത്തിന് ഇന്നലെ മാതൃഭൂമി അവർക്ക് പറ്റിയൊരു തെറ്റ്, VD സതീശനുമായി ബന്ധപ്പെട്ട ഒരു തെറ്റ് തിരുത്തും എന്ന പ്രതീക്ഷ ഞാനിവിടെ പറഞ്ഞപ്പോൾ അത് സഫലമായിട്ടില്ല. ആ ഒരു കാര്യമേ പറയാതെയാണ് മാതൃഭൂമി വാർത്ത. ഞാൻ വിമർശിച്ചപ്പോൾ അങ്ങനെയല്ല, പിന്തുണയ്ക്കുകയാണ് എന്നായിരുന്നു സനീഷ് പറഞ്ഞത് മാതൃഭൂമി. അതെ സത്യം, ഞാൻ അക്ഷരം തള്ളിക്കൊണ്ട് ഞാൻ മാതൃഭൂമിയെ പിന്തുണയ്ക്കുകയായിരുന്നു. പക്ഷെ അത് അവർ വരിയെ എഴുതിയിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ പ്രതീക്ഷ പ്രകടനത്തിനനുസരിച്ച് VD സതീശനും മാതൃഭൂമിയൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് നടക്കില്ല എന്ന് എനിക്കറിയാം. പക്ഷെ എന്നാലും അലോഷ്യസ് സേവ്യർ എന്തായാലും ഇതിൽ മനോവിഷമത്തിലായി പോകരുത്. പിന്നെ രാഷ്ട്രീയമായിട്ട് മുന്നോട്ട് തന്നെ പോകണം. നിങ്ങളുടെ വിമർശനത്തിന് അതിൻ്റെ ഫലം ഉണ്ടാകും തന്നെ എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? തീർച്ചയായും. ഇതിനകത്ത് VD സതീശൻ ആലോചിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ. അത് ഉമ്മൻചാണ്ടിയെ VD സതീശൻ എങ്ങനെയൊക്കെ വിമർശിച്ചു എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഉമ്മൻചാണ്ടി ആരാണ് സനീഷ്? കോൺഗ്രസിൻ്റെ ഏറ്റവും കരുത്തനായ ഒരു നേതാവായിരുന്നല്ലോ. കോൺഗ്രസിലെ ആഭ്യന്തര പ്രശ്നങ്ങളിലെല്ലാം ഒരു പക്ഷത്തിന് എങ്ങനെയാണ് ഉമ്മൻചാണ്ടി ഡ്രൈവ് ചെയ്തത് എന്നുള്ളത് നമ്മളെല്ലാവരും കണ്ടതല്ലേ. അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയായപ്പോൾ അദ്ദേഹത്തിൻ്റെ
അദ്ദേഹം തളർന്നു നിൽക്കുന്ന കാലത്തും ആക്രമിച്ചിട്ടുണ്ട് വി ഡി സതീശൻ. അതാണ്, അദ്ദേഹം ഉഗ്രപ്രതാപിയായി നിൽക്കുമ്പോൾ മാത്രമല്ല, തളർന്നു നിൽക്കുന്ന കാലത്തും ആക്രമിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതെല്ലാം പബ്ലിക് ഡൊമൈനിൽ ലഭ്യമാണ്. അപ്പോൾ അങ്ങനെ നിലപാട് സ്വീകരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതിഷേധങ്ങളുമൊക്കെ പറഞ്ഞ് അങ്ങനെ വളർന്നയാളാണ്. ഇതെനിക്ക് തോന്നുന്നത് ഇനിയിപ്പോൾ വി ഡി സതീശൻ അലോഷ്യസ് സേവ്യറിന് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. ഞാനൊന്നും അങ്ങനെ പോസിറ്റീവായിട്ട് വിചാരിച്ചു. അദ്ദേഹത്തിനൊരു മൈലേജ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു ക്രിയേറ്ററാണ്. അങ്ങനെയെങ്കിലും ഞാൻ സമാധാനിച്ചു. ഈ വിഷമം മാറ്റിയത് അങ്ങനെയാണ്. അതെ, അപ്പോൾ അങ്ങനെയാണ് വി ഡി സതീശൻ വളർന്നത്. വി ഡി സതീശൻ 2011 അദ്ദേഹത്തെ മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കാതിരുന്നത് മുതൽ അദ്ദേഹത്തിൻ്റെ വിമർശനം ഒന്നുകൂടി കടുപ്പിച്ചിട്ടുണ്ട് പല തലത്തിൽ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഓർക്കണം. നമ്മളല്ല, ഇതെല്ലാം വി ഡി സതീശൻ ഓർക്കണമല്ലോ അവിടെ ഇരിക്കുമ്പോൾ. പിന്നെ ആ സ്ഥലം ഇപ്പോൾ ഈ തേവര SH കോളേജ് എന്ന് പറയുന്നത് വി ഡി സതീശൻ പഠിച്ച കോളേജാണ്, അലോഷ്യസ് സേവ്യർ പഠിച്ച കോളേജാണ്. സതീഷ് നേരത്തെ പറഞ്ഞതുപോലെ അലോഷ്യസ് സേവ്യർ പഠിച്ചത് എപ്പോഴാണ്? ഈ 2019 വരെ അവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നു അലോഷ്യസ് സേവ്യർ. അലോഷ്യസ് സേവ്യർ ഇങ്ങനെ മുഖ്യമന്ത്രി എന്നെ കാണാൻ കൂട്ടാക്കുന്നില്ല, എന്നാൽ ഞാൻ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് അവിടെ പോയിരുന്നതല്ല. അലോഷ്യസ് സേവ്യറിനെയും വിളിച്ചിട്ട് പോയിരുന്നതാണ്. അലോഷ്യസ് സേവ്യറിനെയും കോളേജിൽ നിന്ന് വിളിച്ചു. അലോഷ്യസ് സേവ്യർ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ അവിടെ എത്തിയ ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാളെ ഇങ്ങനെ കാണാതെ, അല്ലെങ്കിൽ ഇങ്ങനെ നിഷേധാത്മകമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് അപമാനിച്ചുകൊണ്ട് ഇങ്ങനെ വി ഡി സതീശൻ പോകരുതായിരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇതിൽ അതായത് അതിനുശേഷമുള്ള അലോഷ്യസ് സേവ്യറിൻ്റെ പ്രതികരണമാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായി എനിക്ക് തോന്നിയത്. കാരണം 1 ഇഞ്ച് പുറകോട്ട് പോകാൻ അലോഷ്യസ് സേവ്യർ തയ്യാറായില്ല. അലോഷ്യസ് സേവ്യറിന് ആ നിരാശ 1 സെക്കൻഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൂടിയാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. കാരണം വി ഡി സതീശനെ CMA എന്ന് വിളിക്കുന്നു, മൈൻഡ് ചെയ്യാതെ വി ഡി സതീശൻ മുന്നോട്ട് പോകുന്നു. അതിലൊരു ചെറിയ ഭാവവ്യത്യാസം മുഖത്തുണ്ടായെങ്കിൽ തൊട്ടടുത്ത നിമിഷം അലോഷ്യസ് സേവ്യർ ഒരു കൊള്ളാവുന്ന നേതാവിനെ പോലെ പ്രതികരിച്ചു. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല. എനിക്ക് തോന്നുന്നത് പണ്ട് വി ഡി സതീശൻ പ്രതികരിച്ചിരുന്നതിനേക്കാൾ കരുത്തോടെ അലോഷ്യസ് സേവ്യർ ഇന്നിപ്പോൾ പ്രതികരിച്ചു. ഇതിനകത്ത് വിഭാഗീയതയൊക്കെ ഉണ്ട്, അതിനകത്ത് സംശയമൊന്നുമില്ല. ഈ കോൺഗ്രസിലെ വിഭാഗീയതയുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നേരത്തെ ഈ 3 പേരും മത്സരിച്ചതിൻ്റെ ബാക്കി കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം വാസ്തവമാണ്. നേരത്തെ അലോഷ്യസ് സേവ്യറിനെ KSU പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വി ഡി സതീശൻ പിന്തുണച്ചതാണ്. അതിനുശേഷം KC വേണുഗോപാലിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഒരു നിലപാട് അലോഷ്യസ് സേവ്യർ സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ സീറ്റ് ആവശ്യം, KSUവിന് ഒരു സീറ്റ് വേണമെന്നുള്ള ആവശ്യം നിഷേധിച്ചതടക്കം ഇതിനകത്ത് കാരണമാണ്. ഇങ്ങനെ പല പല കാരണങ്ങൾ ഇതിനകത്തുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഈ പ്ലീഡർ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അലോഷ്യസ് സേവ്യർ എന്നുള്ളത്. അലോഷ്യസ് സേവ്യർ മാത്രമാണ് പ്രതികരിച്ചത്. ഇപ്പോൾ ഇത് വളരുമ്പോൾ എവിടേക്കൊക്കെയാണ് വളരുന്നത്? ദീപ്തി മേരി വർഗീസ് ആരാണ്? ഇവിടെ ഏറ്റവും കരുത്തയായ ഒരു ജനറൽ സെക്രട്ടറിയാണ് ദീപ്തി മേരി വർഗീസ്. നമ്മളൊരു പരസ്യ പ്രതികരണത്തിനൊരു കോൺഗ്രസ് നേതാവ് തയ്യാറാകണമെങ്കിൽ ഒരു ഘട്ടത്തിലൊക്കെ നമ്മൾ തന്നെ അന്തം വിട്ടുപോയി. ദീപ്തി മേരി വർഗീസ് അത്രയും വളർന്നു എന്നുള്ള തോന്നൽ തന്നെയായിപ്പോയി. കാരണം ദീപ്തി മേരി വർഗീസ് വിചാരിച്ചാലേ ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിക്കൂ എന്നുള്ള ഒരു തലത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ കാര്യങ്ങൾ മാറിയിരുന്നു. പിന്നീട് ഈ സീറ്റ് വിവാദങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടായപ്പോഴാണ് വീണ്ടും ഒരു ദുർബലയായി എന്നുള്ളൊരു തോന്നലുണ്ടാകുന്നത്. എന്തായാലും ദീപ്തി മേരി വർഗീസ് അടക്കമുള്ള നേതാക്കന്മാർ, ഇപ്പോൾ VR അനൂപ്, ടെലിവിഷൻ ചാനലിൽ നിരന്തര സാന്നിധ്യമായിട്ടുള്ള VR അനൂപ്, ദീപ്തി മേരി വർഗീസ്, ഇവരെല്ലാവരുമാണ് വിമർശനം. മാത്യു കുഴൽനാടൻ, ഇവരെല്ലാം പരസ്യമായി വിമർശനവുമായി രംഗത്തെത്തുന്ന സ്ഥിതിയുണ്ടായി. അവർക്കെല്ലാവർക്കും ഈ നിലപാടിൽ, ഈ ഗവൺമെൻറ് പ്ലീഡർമാരായി ഇവരെ നിയമിച്ചതിൽ എതിർപ്പുണ്ട്. ഇതിനകത്തൊരു കാര്യം, പല ഉദാഹരണമായി ഇപ്പോൾ സന്ദീപ് വാര്യരുടെ കാര്യമോ G. സുധാകരൻ്റെ കാര്യമോ അല്ലെങ്കിൽ കണ്ണൂരിലെ 2 MLA-മാരുടെ കാര്യമൊക്കെ, CPM നിന്ന് വന്നവരുടെ കാര്യമൊക്കെ ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ടാവാം ചിലർ വി ഡി സതീശനെ ന്യായീകരിക്കാൻ വേണ്ടി. പക്ഷെ അങ്ങനെയാണോ ഈ ഗവൺമെൻറ് ലീഡർമാരായി ഈ 2 ഒരു ABVP-കാരനെയും ഒരു SFI-കാരിയെയും നിയമിച്ചു എന്നുള്ളതാണല്ലോ പ്രശ്നം. അങ്ങനെ നിയമിച്ചിരിക്കുന്നത് അവരെവിടെയാണ് കോൺഗ്രസിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുള്ളത്? ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു കത്തുണ്ടെന്നുള്ളത് ഒഴിച്ചാൽ ലോയേഴ്സ് കോൺഗ്രസിൻ്റെ ഒരു മെമ്പർഷിപ്പ് ഇതുവരെ പുറത്ത് കാണിക്കാൻ ഇവർക്കാർക്കും പറ്റിയിട്ടില്ല. ലോയേഴ്സ് കോൺഗ്രസ് തന്നെ അടിസ്ഥാനപരമായ ഒരു കടലാസ സംഘടനയാണെന്ന് കോൺഗ്രസ്സുകാർക്ക് തന്നെ അഭിപ്രായമുള്ള ഒരു സംഘടനയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഘടനയുടെ കത്ത്, ആ കത്തിൽ പക്ഷേ എന്താണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്നത്? ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന പേരുകൾ വി ഡി സതീശൻ നിർദ്ദേശിച്ച പേരുകൾ തന്നെയാണ്, അല്ലെങ്കിൽ ആ പേരുകളിൽ തിരുത്തൽ വരുത്തൽ നിന്ന് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ട്, ആ പേരുകളാണ് എന്ന് പറയുന്നത് ലോയേഴ്സ് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെയല്ലേ. അപ്പോൾ അങ്ങനെ നേരിട്ട് വി ഡി സതീശൻ സംശയമുനയിൽ നിൽക്കുന്ന ഒരു വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ വകുപ്പ് തന്നെയാണിത്.
അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ അദ്ദേഹം ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനത്തെ ഒരാൾ പോലും ചോദ്യം ചെയ്യരുത്, അല്ലെങ്കിൽ അതിലൊരു വിമർശനം ഉന്നയിക്കരുത് എന്നുള്ള ഒരു സമീപനം ശരിയല്ല. വി ഡി സതീശൻ പറയുന്ന ഒരു ന്യായം എനിക്ക്, അല്ലെങ്കിൽ ഇനി പറയാൻ സാധ്യതയുള്ള, പാർട്ടിക്കുള്ളിൽ പറയാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം, ഇവരെല്ലാം പരസ്യ പ്രതികരണത്തിന് ശേഷമാണ് എന്നെ കാണാൻ വേണ്ടി ശ്രമിക്കുന്നതെന്നാണ്. ഇതൊന്നുമല്ല, രഹസ്യമായി ശ്രമിച്ചവരും പലരുണ്ട്. ഇപ്പോൾ ആലപ്പുഴ MLA രഹസ്യമായി ശ്രമിച്ചിട്ട് ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല എന്നുള്ള ആരോപണം ഉയരുന്നു ഒരു ഭാഗത്ത്. വേറെയും പലരുമുണ്ട്. നിയാസ്, KPC ജനറൽ സെക്രട്ടറി, ഈ നിയമനമുണ്ടല്ലോ, ശേഷാദ്രിനാഥൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് കാണാൻ ശ്രമിച്ചു, നടന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം കൂടിയുണ്ട്. കാരണം കോൺഗ്രസിൽ ഒന്നിലേറെ അല്ല അതിലേറെ ആളുകൾക്ക് ഓരോ വിവാദങ്ങളിലും ആ വിഷയത്തിൽ അഭിപ്രായം അറിയിക്കാൻ ശ്രമിക്കുന്നവർക്ക് പോലും ആക്സസബിൾ അല്ല വി ഡി സതീശൻ എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു സാഹചര്യമാണ്. അതിനകത്ത് സംശയമൊന്നുമില്ല. കാരണം കോൺഗ്രസിൽ ഇനി അതല്ലെങ്കിൽ ഇനി എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം MLA-മാരിൽ ബഹുഭൂരിപക്ഷത്തിൻ്റെയും പിന്തുണ ആർക്കായിരുന്നു? അത് KC വേണുഗോപാലിനായിരുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് MLA-മാർ പിന്തുണച്ച ആളെയും കടത്തി വെട്ടിയാണ് വി ഡി സതീശൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാവുന്നത്. വലിയ പിന്തുണ VM സുധീരനെ പോലുള്ള മുൻ KPC പ്രസിഡന്റുമാർ ചിലർ കൊടുത്തു എന്നുള്ളത് ഒഴിച്ചാൽ ഈ പാർലമെന്ററി പാർട്ടിയിൽ ഭൂരിപക്ഷം KC വേണുഗോപാലിനായിരുന്നു. അതിനെ മറികടന്നിട്ടാണ് വി ഡി സതീശൻ വന്നത്. അതിനൊരു ജനകീയ പിന്തുണയുണ്ടായിരുന്നു. ആ ജനകീയ പിന്തുണ നാളെ ഒരൊറ്റ ദിവസം കൊണ്ട്, ഈ ഒരൊറ്റ ഇൻസിഡൻറ്റ് കൊണ്ടെല്ലാം സമ്പൂർണ്ണമായി തകർന്നു പോകുന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷേ ഇതല്ല വി ഡി സതീശനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്ന ആളുകൾ പറഞ്ഞു തുടങ്ങും. ഇപ്പം നമ്മൾ ഇനിയിപ്പോൾ വഖഫ് വിഷയത്തിലേക്കൊക്കെയാണല്ലോ പോകുന്നത്. ഇതിലൊക്കെ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇതല്ല പ്രതീക്ഷിച്ചത് എന്നുള്ള തോന്നൽ രൂഢമൂലമായി ഈ 1.5 മാസം കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ കുഴപ്പം. കാരണം എന്തെല്ലാം വിഷയങ്ങൾ കേരളം ചർച്ച ചെയ്തു ഇതിന് തൊട്ട് മുമ്പ്. ഒരു തുടർഭരണമാണ് LDF-ന് ഉണ്ടാവുക എന്ന പ്രതീതി സൃഷ്ടിച്ചാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. ആ സ്പേസിൽ നിന്നിട്ടാണ് ഈ ഭരണം പിടിക്കുകയും 102 സീറ്റ് ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തത്. അത് പൂർണ്ണമായും വി ഡി സതീശൻ അവകാശപ്പെട്ടതാണെന്നൊന്നും പറയാൻ കഴിയില്ലെങ്കിലും അതിനെ നയിച്ചത് വി ഡി സതീശൻ തന്നെയാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആ പ്രതീതി സൃഷ്ടിക്കാനും അദ്ദേഹത്തിന് ആ കാലത്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു യുവ നേതാവിനോട് ഇപ്പോൾ കാണിച്ച ഈ ഒരു നിലപാട്, ഈ ഒരു ശരീരഭാഷ, ഈ ശരീരഭാഷ എപ്പോഴും സാധാരണ പിണറായി വിജയനെ കുറിച്ചാണല്ലോ ചർച്ച ചെയ്യാറ്. പക്ഷേ ഈ ശരീരഭാഷ അത് ശരിയായ ഒരു ശരീരഭാഷയല്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമുക്ക് കാത്തിരുന്ന് കാണാം എങ്ങനെയാണ് ഇത് വളരുക എന്നുള്ളത്, ഏതൊക്കെ ഉന്നത നേതാക്കളാണ് ഇതിൽ ഇടപെടുക എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണാം. KSUവിലൂടെയും യൂത്ത് കോൺഗ്രസിലൂടെയും വളർന്നു വന്ന നേതാവായ സതീശൻ ഒരു വിദ്യാർത്ഥി നേതാവിനോട് ഇത്തരത്തിൽ പെരുമാറുന്നതിൽ കനത്ത വിമർശനമാണ് ഉയരുന്നത്. അണികളോട് കാണിക്കേണ്ട മാന്യതയും സംഘടനാപരമായ മര്യാദയും ഇവിടെ ലംഘിക്കപ്പെട്ടതായും കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കോൺഗ്രസ്സുകാരനായ മുഖ്യമന്ത്രി തന്നെ KSU സംസ്ഥാന പ്രസിഡന്റിനെ അവഗണിച്ചതിൽ കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ അതൃപ്തിയിലാണ്. തങ്ങളെ കായികമായി ആക്രമിച്ച ഒരു കൂട്ടത്തിൻ്റെ പ്രതിനിധിയെ ഗവൺമെൻറ് പ്ലീഡറാക്കിയതിൽ KSU ഉയർത്തുന്ന വിമർശനത്തിൽ കഴമ്പുണ്ട്. അത് തിരുത്താൻ തയ്യാറാകണമെന്ന് മാത്രമാണ് അലോഷ്യസ് സേവ്യർ പറഞ്ഞത്. പക്ഷേ ആ വിമർശനം മുഖവിലേക്ക് എടുക്കാൻ പോലും ഈ നിമിഷം വരെ മുഖ്യമന്ത്രി വി ഡി സതീശൻ തയ്യാറായിട്ടില്ല എന്നതാണ് വാസ്തവം. എന്നാൽ വിമർശിക്കുന്നവരെ എല്ലാം ഒതുക്കാനാണ് വി ഡി സതീശൻ പക്ഷം ശ്രമിക്കുന്നത് എന്ന ആരോപണവും ഉയരുന്നു. VR അനൂപിനെയും ജിൻഡോ ജോണിനെയും ചാനൽ ചർച്ചയിൽ നിന്ന് ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് KPCCക്ക് ഉൾപ്പെടെ പരാതിയും കിട്ടിക്കഴിഞ്ഞു. 10 വർഷം പ്രതിപക്ഷത്തിരുന്നതിന് ശേഷം അധികാരത്തിലേറിയ വി ഡി സതീശൻ സർക്കാർ കോൺഗ്രസ്സുകാരെ കൊണ്ട് തന്നെ ഇതിനേക്കാൾ ഭേദം പിണറായി വിജയൻ സർക്കാർ ആയിരുന്നു എന്ന് പറയിക്കുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണണം. കാരണം ഇന്നലെ KSUയുടെ സംസ്ഥാന ട്രഷറർ പറഞ്ഞിരിക്കുന്നത് മുക്കാൽ പിണറായി വിജയനാണ് വി ഡി സതീശൻ എന്നാണ്.